പത്തനംതിട്ട ചെന്നീർക്കരയിലെ അഗതി മന്ദിരത്തിലെ ബാലപീഡനത്തിൽ 3 പ്രതികൾ അറസ്റ്റിൽ. റജി, ബെന്നി, സിജോ എന്നിവരാണ് അറസ്റ്റിലായത്. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഇവരെ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ ഈ വാർത്ത പുറത്തു വന്ന് ഈ കേസ് എടുത്തത് മുതൽ ഈ പ്രതികൾ 3 പേരും ഒളിവിലായിരുന്നു. ഈ പ്രതികളെ പറ്റിയിട്ട് യാതൊരുവിധ വിവരമില്ലായിരുന്നു. ഇപ്പോൾ ഇലവന്തിട്ട പോലീസാണ് 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ് പിടിയിലായത്, ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 3 പേരെയും പിടികൂടി ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സ്ഥാപനത്തിന്റെ മാനേജറായി പ്രവർത്തിച്ചിരുന്ന റജി, അതേപോലെ തന്നെ ജീവനക്കാരായ സിജോ, ബെന്നി എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേർക്കെതിരെയുമായിരുന്നു വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചത്. ബാലവേല ചെയ്യിപ്പിക്കൽ, അതുപോലെ തന്നെ മർദ്ദനം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമായിരുന്നു ഇവർ 3 പേർക്കെതിരെ കേസെടുത്തത്. ആദ്യം കട്ടപ്പന പോലീസ് കേസെടുത്തിട്ട് പത്തനംതിട്ട ഇലവന്തിട്ടയിലേക്ക്, സംഭവം നടന്നത് ചെന്നീർക്കര പഞ്ചായത്തിലായതുകൊണ്ട് തന്നെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറുകയായിരുന്നു. അതിനുശേഷമാണ് ഇലവന്തിട്ട പോലീസ് കേസ് അന്വേഷിച്ചു തുടങ്ങിയത്. 4 നാളുകൾക്കിപ്പുറമാണ് ഇപ്പോൾ ഇവരെ പിടികൂടാനായത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ 3 പേരെ കുറിച്ചും യാതൊരുവിധ വിവരവും ഇല്ലായിരുന്നു. ഒട്ടനവധി വാർത്തകൾ വന്നു, പരാതികൾ ഉയർന്നു, നിരവധി തെളിവുകൾ പുറത്തേക്ക് വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് 3 പേരെയും പിടികൂടിയിരിക്കുന്നത്. അക്ഷയ, 3 പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ 3 പ്രതികളും ഒളിവിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിലാണ് ഇപ്പോൾ പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്.